വേതന വർധനവ് ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരം ശക്തമാക്കി ആശാ വർക്കർമാർ. സമരം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹാസംഗമമായിട്ടാണ് പ്രതിഷേധിക്കുന്നത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശാ വർക്കർമാരെ ഉൾപ്പെടുത്തിയാണ് മഹാസംഗമം നടത്തുന്നത്. മഹാസംഗമം ജോസഫ് സി മാത്യു ഉദ്ഘാടനം ചെയ്തു. സംഗമത്തെ തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിലെ MG റോഡ് ആശാ വർക്കർമാരാൽ നിറഞ്ഞു. സെക്രട്ടേറിയറ്റ് പരിസരത്തെ നിശ്ചലമാക്കിയുള്ള കടുത്ത പ്രതിഷേധമായി ആശാ വർക്കർമാരുടെ മഹാസംഗമം മാറി. 2 ദിവസം മുൻപ് ഇവരുടെ 2 മാസത്തെ വേതന കുടിശ്ശിക സർക്കാർ അനുവദിച്ചിരുന്നു. പക്ഷേ സമരം പിൻവലിക്കുവാൻ ഇവർ തയ്യാറായില്ല. കുടിശ്ശിക വേതനം നൽകുക എന്നുള്ളത് തങ്ങളുടെ ആവശ്യങ്ങളിൽ ഒന്ന് മാത്രമാണെന്നും മറ്റാവശ്യങ്ങൾ കൂടി അംഗീകരിച്ചാൽ മാത്രമേ സമരം പിൻവലിക്കുകയുള്ളൂ എന്നുമാണ് ആശാ വർക്കർമാരുടെ നിലപാട്. വേതനം നിലവിലുള്ള 7,000 രൂപയിൽ നിന്ന് 21,000 രൂപയാക്കുക, പെൻഷൻ അനുവദിക്കുക, വിരമിക്കുമ്പോൾ 5 ലക്ഷം രൂപ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി അംഗീകരിക്കണമെന്നാണ് സംഘടനയുടെ നിലപാട്. സമരം ഇന്ന് 12ാം ദിവസത്തിലേക്ക് കടന്നു. സർക്കാരിന്റെ മുൻഗണന മാറിയിരിക്കുകയാണെന്നും ഉന്നതരായിട്ടുള്ളവർക്ക് വേണ്ടി പണം മാറ്റിവെക്കുകയാണെന്നും ആശാ വർക്കർമാർ ആരോപിച്ചു. സർക്കാർ അവരുടെ ഇഷ്ടക്കാർക്ക് ശമ്പള വർധനവും ആനുകൂല്യവുമൊക്കെ വാരിക്കോരി നൽകുകയാണ്. സർക്കാർ നിലപാട് ആശാ വർക്കർമാരോടുള്ള വെല്ലുവിളിയാണെന്നും ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയിട്ടേ തിരിച്ചു പോവുകയുള്ളൂവെന്നും സമരം തുടരുമെന്നും ആശാ വർക്കർമാർ അറിയിച്ചു. അതേസമയം ആശാ വർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കോടതിയലക്ഷ്യ ഹർജി ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ച് പരിഗണിക്കും. നടപടി സ്വീകരിക്കുവാൻ ഹൈക്കോടതി രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് നടപടി. അതേസമയം ആശാ വർക്കർമാരുടെ സമരം തുടരുന്നതിനിടെയും സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുകയും കേരളത്തിന്റെ ദില്ലിയിലെ പ്രതിനിധി KV തോമസിന്റെ യാത്രാബത്ത ഉയർത്തുവാൻ സർക്കാർ നിർദ്ദേശം നൽകി. പ്രതിവർഷ തുക 5 ലക്ഷത്തിൽ നിന്നും 11.31 ലക്ഷമാക്കുവാൻ പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന് ശുപാർശ നൽകി. ആശമാരുടെ വേതനത്തിന് വേണ്ടിയിട്ട് നൽകേണ്ടിയിരുന്നത് 100 കോടി രൂപയാണ്. 100 കോടി രൂപ 1 രൂപ തന്നിട്ടില്ല. കേരളത്തിന് നൽകേണ്ടതായിട്ടുള്ള കേന്ദ്രം കമ്മിറ്റ് ചെയ്തിട്ടുള്ള തുക അത് നൽകണം എന്നുള്ളത് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്നതിന് ഞാൻ അവരുടെ ആശമാർക്കൊപ്പം അവിടെ സമരം ചെയ്യാൻ തയ്യാറാണ്.